പെട്രോളിന് ലിറ്ററിന് എത്ര രൂപ കയറിയാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ 100 രൂപയുടെ പെട്രോളേ അടിക്കുള്ളൂ എന്ന് ചിലർ പറയുന്നത് പോലെയാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര കോടി കണക്കിന് ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻ നടന്നാലും കുഴപ്പമില്ല, ഞാൻ ടാക്സ് അടയ്ക്കാതിരിക്കാൻ വേണ്ടി 7 ലക്ഷത്തിൽ താഴെ ഇൻകം കാണിക്കുള്ളൂ എന്ന് ചിലർ അഭിമാനത്തോടെ പറയാനും പലരും വന്ന് പറയുന്നത് 7 ലക്ഷത്തിൽ താഴെ ഇൻകം കാണിച്ചുകൊണ്ട് എനിക്കൊരു ITR ഫയൽ ചെയ്ത് തരും എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചോദിക്കും നിങ്ങളുടെ ബാങ്ക് ട്രാൻസാക്ഷൻസും ഡീറ്റെയിൽസും കൊണ്ടുവരും. SBI അക്കൗണ്ടുകൾ നിരത്തി വെക്കുന്ന സമയത്ത് ധാരാളം ട്രാൻസാക്ഷൻസ് ഡെബിറ്റും ക്രെഡിറ്റുമായി നടന്നിട്ടുണ്ടാവും. ഇത് കൃത്യമായി കാണിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തവരോട് പറയും ഇത്ര ഇൻകം കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടാവും എന്ന് പറയുമ്പോൾ പലരും തിരിച്ചു ചോദിക്കുക ഇത് എൻ്റെ അക്കൗണ്ടിൽ നടന്ന ട്രാൻസാക്ഷനിലെ ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെ അറിയാനാണ് എന്നുള്ളതാണ്. ഇവിടെയാണ് കളികൾ നടക്കുന്നത്. 1. 2 വഴിയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ ബാങ്കിൽ നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ് അറിയാൻ കഴിയും. 1. ബാങ്ക് തന്നെ നേരിട്ട് വലിയ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാം. 2. എങ്ങാനും ഭാവിയിൽ നിങ്ങൾ ഫയൽ ചെയ്തിട്ടുള്ള ഇൻകം ടാക്സ് സ്ക്രൂട്ടിനിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റിട്ടേൺ സ്ക്രൂട്ടിനിക്ക് എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകളും ബാങ്കിന്റെ അടുത്ത് നേരിട്ട് ചോദിച്ച് വാങ്ങാനും ഡിപ്പാർട്ട്മെന്റിന് പവർ ഉണ്ട്. സോ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റേറ്റ്മെന്റ് കിട്ടിയതിനു ശേഷം നിങ്ങൾ റിട്ടേണിൽ കാണിച്ചിട്ടുള്ള ഇൻകമും ബാങ്കിൽ നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻസും കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒത്തുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് നിങ്ങൾക്ക് നോട്ടീസ് അയച്ച് ചോദിക്കും ഇത്രയും ക്രെഡിറ്റ്സ് നിങ്ങളിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഇത്ര ഇൻകം മാത്രമേ നിങ്ങൾ റിട്ടേണിൽ കാണിച്ചിട്ടുള്ളൂ, എന്താണ് കാരണം എന്ന് ചോദിക്കും. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാത്ത ആ ഒരു വാല്യൂ, ഉദാഹരണം 10 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നിങ്ങളുടെ ബാങ്കിൽ നടന്നിട്ടുണ്ട്, നിങ്ങൾ 2 ലക്ഷം രൂപ മാത്രമേ ഇൻകമായി കാണിച്ചിട്ടുള്ളൂ, 8 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് ഈ 8 ലക്ഷം രൂപയുടെ 65 മുതൽ 70% രൂപ വരെയും ടാക്സും പെനാൽറ്റിയുമായി കൊടുക്കേണ്ടി വന്നേക്കാം. സോ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ട്രാൻസാക്ഷൻ എത്രയായാലും കുഴപ്പമില്ല, എനിക്കൊരു 7 ലക്ഷം അല്ലെങ്കിൽ 12 ലക്ഷത്തിൽ താഴെ ഇൻകം കാണിച്ചാൽ മതി എന്ന് പറയുന്നതിന് പകരം കൃത്യമായി എത്രയാണോ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത് അതിനെ പേഴ്സണൽ ട്രാൻസാക്ഷനായും ബാങ്ക് അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷനായും സെഗ്രിഗേറ്റ് ചെയ്ത് ബിസിനസ് ട്രാൻസാക്ഷൻസ് മുഴുവനായും നിങ്ങൾ IT റിട്ടേണിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കൂ. ഗ്രോസ് റെസിപ്റ്റായും അതിൽ നിന്ന് ഇൻകമായും കാണിച്ചുകൊണ്ട് കൃത്യമായ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിലും ഈവൻ ആഫ്റ്റർ സ്ക്രൂട്ടിനിയിലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാതെ സുഖമായിരിക്കും. താങ്ക് യു സോ മച്ച്.